അല്പം വൃത്തി കൂടുതലാണല്ലേ? എന്നാൽ നിങ്ങൾക്ക് OCD തന്നെ. ഒന്ന് വൃത്തി കൂടിയാൽ അയാൾക്ക് OCD അഥവാ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഉണ്ടാകുമെന്ന മുൻധാരണ ഇപ്പോൾ സാധാരണയായിരിക്കുകയാണ്. എന്നാൽ വൃത്തി എന്ന ചെറിയ ഫ്രെയിമിൽ മാത്രം ഒതുക്കി നിസ്സാരമാക്കേണ്ട ഒരു അവസ്ഥയല്ല OCD. ഇതൊരു മാനസികാരോഗ്യ പ്രശ്നം കൂടിയാണ്. നിരന്തരമായ അനാവശ്യ ചിന്തകൾ, ആവർത്തിച്ചുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ചില നിർബന്ധങ്ങൾ എന്നിവയാണ് ഇവയുടെ ലക്ഷണങ്ങൾ. OCD വ്യക്തികളുടെ ദൈനംദിന ജീവിതത്തെ വരെ ബാധിച്ചേക്കാം. ജനിതകം, തലച്ചോറിന്റെ പ്രവർത്തനം, ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അസന്തുലിതാവസ്ഥ എന്നിവ OCDക്ക് കാരണമാകാം. കൂടാതെ കുട്ടിക്കാലത്തെ മോശം അനുഭവങ്ങൾ, പരിസ്ഥിതി എന്നിവയും OCDയിലേക്ക് നയിക്കുന്ന കാര്യം കൂടിയാണ്. OCD നിയന്ത്രിക്കാവുന്ന ഒരവസ്ഥയും കൂടിയാണ്. പ്രൊഫഷണൽ പിന്തുണ തേടുന്നത് രോഗലക്ഷണ നിയന്ത്രണം വളരെയധികം മെച്ചപ്പെടുത്തുകയും വ്യക്തികളെ കൂടുതൽ സംതൃപ്തമായ ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യും. തെറാപ്പി, മരുന്നുകൾ, ജീവിതശൈലി ക്രമീകരണങ്ങൾ എന്നിവയിലൂടെ OCDയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകും. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, പ്രത്യേകിച്ച് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവിഷൻസ്, OCD ചികിത്സിക്കുന്നതിന് വളരെ ഫലപ്രദമാണ്. ERPയിൽ ക്രമേണ ഭയപ്പെടുന്ന ചിന്തകളോ സാഹചര്യങ്ങളോ നേരിടുകയും നിർബന്ധിത പെരുമാറ്റങ്ങൾ, പ്രേരണകൾ എന്നിവയെ ചെറുക്കാൻ പഠിക്കുകയും ചെയ്യുന്നു. പതിവ് വ്യായാമം, മതിയായ ഉറക്കം, ആരോഗ്യകരമായ ഭക്ഷണക്രമം എന്നിവ മൊത്തത്തിലുള്ള മാനസികാരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ലക്ഷണങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, യോഗ, ശാസന വ്യായാമങ്ങൾ തുടങ്ങിയ പരിശീലനങ്ങൾ സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഇത് ചില OCD ലക്ഷണങ്ങളെ ലഘൂകരിക്കുകയും ചെയ്യുന്നവയാണ്. OCD എന്തെന്ന കാര്യം മനസ്സിലായല്ലോ അല്ലേ? അല്ലാതെ വൃത്തിയുടെ കാര്യത്തിൽ മാത്രമല്ല എന്ന കാര്യം ഓർത്താൽ മതി.